ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നതെന്ന് നോക്കാം. ഇപ്പൊ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ല. പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ട്, ഫ്രീ അല്ല കേട്ടോ. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലത്തിന് പരിഹാരം ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരാൻ പോകുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ചില സന്തോഷ വാർത്തകൾ, അതാണ് ഇത് നോക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ചില സന്തോഷ വാർത്തകൾ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഇവിടെ വിദേശ യാത്ര കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ലഭിക്കാനോ പഠിക്കാനോ പോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതുപോലെ ഫാമിലി ആയിട്ട് വിദേശത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട് ചിലർക്കൊക്കെ കേട്ടോ. നിങ്ങൾക്ക് വിദേശത്ത് ഇപ്പം എവിടെയാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളോ യൂറോപ്യൻ കൺട്രീസോ എവിടെ വേണേലും നിങ്ങൾ വിദേശ യാത്ര കാണുന്നുണ്ട്. ഫാമിലിയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലിയുടെ അടുത്തേക്ക് പോവാം. അതായത് ഹസ്ബൻഡ് വിദേശത്താണെങ്കിൽ വൈഫിനും കുട്ടികൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഹെൽപ്പ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ളൊരു ഹെൽപ്പ് ആയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾ ചാരിറ്റി ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വളരെയധികം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകാൻ പോകുന്നു. അതായത് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേബിൾ, അതായത് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറാൻ പോകുന്നു. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും മാറാൻ പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലിയിൽ നിങ്ങൾക്ക് നല്ല വരുമാനം, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വരുമാനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ വരുമാനമുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്നില്ല, അതൊരു പക്ഷെ കടങ്ങളൊന്നും വീട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഉള്ള ജോലി കൂടാതെ എന്തെങ്കിലും ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. എക്സ്ട്രാ ഒരു ഇൻകം നേടാൻ പോകുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു സാമ്പത്തിക സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണുന്നുണ്ട് കേട്ടോ വരാൻ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു റിച്ച് എനർജി ആർക്കൊക്കെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ ആവാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാവണം എന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരാൻ പോകുന്നു. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനിൽ, ഒരു ജോലിയിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ടാവാം. ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ആ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നല്ലൊരു ലെവലിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു റിച്ച് എനർജി ഒക്കെ കാണുന്നു. നല്ല രീതിയിൽ സാമ്പത്തികം വരുന്നു. പലരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് കേട്ടോ. ഒരു ന്യൂ ബിഗിനിങ് ആണ്, പുതിയ തുടക്കം കാണുന്നുണ്ട്. പുതുതായിട്ട് എന്തൊക്കെയോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പുതുതായിട്ട് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരു ഭാഗ്യ സമയം സ്റ്റാർട്ട് ചെയ്യുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം പൂർണ്ണമായിട്ട് ഉണ്ടാകാൻ പോകുന്നു. പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഇപ്പൊ നിങ്ങൾ ഒരുപാട് പ്രോബ്ലം നിറഞ്ഞ ലൈഫിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചക്രം കറങ്ങി ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾക്ക് ഒരു ഭാഗ്യത്തിന്റെ സമയം, അതായത് നിങ്ങളുടെ സമയം നല്ലതാകാൻ പോകുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതാകാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഒരുപാട് മോശമായ അവസ്ഥകളിലൂടെ കടന്നുപോയെങ്കിൽ നിങ്ങളുടെ സമയം ചേഞ്ച് ആവുകയാണ്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടൊരു നല്ല സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് ഭാഗ്യം, ഗുഡ് ലക്കാണ് വരുന്നത്. ലൈഫ് ചേഞ്ച് ആകാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫ് ഇപ്പോഴൊരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടുന്ന് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിൽ കർമ്മയുണ്ടാവും. നിങ്ങൾ നല്ലത് ചെയ്താലും കർമ്മ, ചീത്ത ചെയ്താലും, മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്താലും കർമ്മയുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ലൈഫിലൊരു കർമ്മ, അതായത് കർമ്മ ലൈഫ് എൻഡായിരിക്കുന്നു. അതിന്റെ ഒരു സൈക്കിൾ എൻഡായിരിക്കുന്നു. അടുത്ത സൈക്കിളിലേക്ക് കടന്നിരിക്കുന്നു നിങ്ങൾ. അപ്പം ഇതുവരെ നിങ്ങൾക്ക് നല്ലൊരു സമയമായിരുന്നെങ്കിൽ നിങ്ങൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പോകുന്നു. അതുപോലെ നിങ്ങൾ ഇതുവരെ മോശമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു അവസ്ഥയിലേക്ക് കടക്കാൻ പോകുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ.
വളരെ പെട്ടെന്ന് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒന്ന് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തോ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ആ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടതുണ്ട് വളരെ പെട്ടെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു കാര്യത്തിൽ അത് നിങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. കാര്യം വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളോട് കേട്ടോ. നിങ്ങൾ ചിന്തിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ചിന്തിച്ചത് വേണോ വേണ്ടോ, വേണ്ട ചെയ്യണോ ചെയ്യണ്ട എന്നൊക്കെ കൺഫ്യൂഷൻ ഇരിക്കാതെ അത് ചെയ്യേണ്ട സമയത്ത് ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സമയത്ത് തന്നെ അത് ചെയ്യണം. അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. ഒരുപക്ഷെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് അതോടെ ലോസ് ആയിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ആരെങ്കിലും നിങ്ങൾക്ക് മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട വ്യക്തികളോട് ആ പറയേണ്ട സമയത്ത് തന്നെ പറയണം. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ അതോടെ ചേഞ്ച് വരും. എന്തൊരു കാര്യവും പറയേണ്ട സമയത്ത് പറയുക, ഏതൊരു കാര്യവും ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ പറയേണ്ട വ്യക്തികളോട് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് സംഭവിക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു ചീറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. ആരുടെയൊക്കെ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഒരു ചീറ്റ് ചെയ്യപ്പെട്ട എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളുടെ മാരേജ് ലൈഫിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം, ബിസിനസ്സിൽ ചീറ്റിംഗ് ആയിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ചീറ്റിംഗ് ആവാം. ഏതൊക്കെയോ നിലകളിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് കാണുന്നുണ്ട്. നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ട ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ചീറ്റിംഗ് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ആരുടെയൊക്കെയോ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ അങ്ങനെ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നു, നിങ്ങൾ അറിയാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവിടെ ആയിരിക്കാം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ആക്ഷൻ എടുക്കാൻ പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങൾ അറിയാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ പറയേണ്ട കാര്യങ്ങൾ പറയുക, ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കുക എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നായിരിക്കാം നിങ്ങൾക്കൊരു പുതിയ തുടക്കം കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേണ്ടാന്ന് വെക്കുന്നു. അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ ചീറ്റിംഗ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, പറയേണ്ട കാര്യങ്ങൾ പറയണം, ആക്ഷൻ എടുക്കേണ്ട സമയത്ത് തന്നെ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്നു. ചില വ്യക്തികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് സ്വന്തമായ ഒരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കാർമിക റിലേഷൻഷിപ്പ് നിങ്ങളെ വേണ്ടാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ കളഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നിവിടെ നിങ്ങളിൽ ചിലരോടൊക്കെ പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ നല്ലൊരു ഡെവലപ്മെന്റ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു പുതിയൊരു ലവ് നിങ്ങളെ തേടി വരും എന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു മാരേജും ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ. അപ്പൊ ഇപ്പോഴത്തെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന വ്യക്തിയെ നിങ്ങളെ വേണ്ടാന്ന് വെക്കുക ആരാണെങ്കിലും, ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്, നിങ്ങൾക്ക് ഈ സംഭവം വരില്ല. അതായത് പുതിയ ലവ് വരില്ല, പുതിയ മാരേജ് വരില്ല. അവിടെ നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ചീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോയിട്ടും ആ ഒരു വ്യക്തി വരുവോ എന്ന് ചോദിച്ച് കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തിക്കും വരാനാവില്ല. നിങ്ങൾക്ക് ഒരു മാരേജും ഉണ്ടാവില്ല, നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ആ ചീറ്റിംഗ് എനർജി എന്താണോ അതിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആണ്. പുതിയൊരു ലൈഫ് നിങ്ങൾക്കുണ്ട്, പുതിയൊരു മാരേജ് നിങ്ങൾക്ക് വരും, പുതിയൊരു ലവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇത് ഒരാൾക്കല്ല, നിങ്ങളിൽ ആർക്കൊക്കെയാണോ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു വ്യക്തികളോടൊക്കെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന എടുക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ പല കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടതുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒരു 2 കാർഡും കൂടെ ഇതിന്റെ കൂടെ എടുത്തിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാമേ.
ഫാസ്റ്റ് ചേഞ്ചസ്, വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ചില ചേഞ്ചസ് വരാൻ പോകുന്നു. സ്പിരിച്വൽ വർക്ക്, നിങ്ങൾ ചിലര് ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് ദൈവവുമായി വളരെയധികം കണക്റ്റഡ് ആയിരിക്കുന്നു. യൂണിവേഴ്സിൽ, അല്ലെങ്കിൽ ചിലർക്ക് യൂണിവേഴ്സിനോടാണ് താല്പര്യം. യൂണിവേഴ്സിന്റെ ആ ഒരു പവർ കണ്ടെത്താൻ, അല്ലെങ്കിൽ ആ ഒരു പവറിലേക്ക് പോയിരിക്കുന്നു. അതായത് നിങ്ങളൊരു സ്പിരിച്വൽ വേയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലര്. ക്ലോസ്ഡ് ഡോർസ്, ചില ഡോറുകൾ അടയ്ക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ചില വാതിലുകൾ അടയ്ക്കാൻ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ചില വ്യക്തികളെ മാറ്റിക്കളയാൻ പറയുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം തരാത്ത, നിങ്ങൾക്ക് ദുഃഖം മാറ്റാൻ തരുന്ന ചില വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കളയാൻ പറയുന്നുണ്ട്. അവരുടെ മുൻപിൽ നിങ്ങൾ വാതിലടയ്ക്കാൻ, എങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഇനിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. റോങ് ഡിസിഷൻ, നിങ്ങൾ വളരെയധികം ചിന്തിച്ചതിന് ശേഷം ഡിസിഷൻ എടുക്കാൻ പറയുന്നുണ്ട് പല കാര്യങ്ങളും. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കരുത്. വളരെയധികം ചിന്തിച്ച് തീരുമാനം എടുക്കണം. വളരെയധികം ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ചില കൺഫ്യൂഷനിലാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് ആരോടെങ്കിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട്. ന്യൂ ബിഗിനിങ്, ചിലർക്ക് ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ. നിങ്ങൾ ചിലരുടെ മുൻപിൽ വാതിൽ അടയ്ക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആ വാതിൽ അടച്ചാൽ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റേണ്ടതൊക്കെ മാറ്റുക, കളയേണ്ടവരെയൊക്കെ കളയുക. അപ്പൊ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട്. സണ്ണാണ് ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ ലൈഫിൽ ഒരു സൂര്യൻ ഉദിക്കും എന്നാണ് പറയുന്നത്. പുതിയൊരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വരും, നിങ്ങളുടെ ലൈഫ് സക്സസിലേക്ക് വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു ചെറിയ റീഡിങ്. ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആയിട്ടുള്ളവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. അപ്പോ ചില വ്യക്തികളോട് ചില കാര്യങ്ങൾ അറിയിച്ചാണ് ദൈവം, യൂണിവേഴ്സ്. അപ്പോ നിങ്ങൾ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ കൺഫ്യൂഷൻ ഇരിക്കുന്ന വ്യക്തികളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെ പെട്ടിട്ട് അവസാനം നാം മരിച്ചു കളയാനും പറഞ്ഞിരിക്കുന്നവരുണ്ട്. അങ്ങനെ ചിലരോടും കൂടെയാണ് ഈ പറയുന്നത്. നിങ്ങൾ മരിക്കാനുള്ളവരല്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിനെ നിങ്ങൾ റിമൂവ് ചെയ്യുക. പ്രശ്നത്തിൽ നിങ്ങൾ മോചിതരാവുക, അതാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. ദൈവത്തെ മാത്രം കൂട്ടുപിടിച്ച് കൊണ്ടുപോകാനായിട്ട് ചിലരോട് പറയുന്നുണ്ട്. എങ്കിലും അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഒരു പുതിയ ലൈഫുണ്ട്, ഒരു പുതിയ വെളിച്ചം നിങ്ങളെ കാത്തിരിപ്പുണ്ട് കേട്ടോ. അത് ചിലരോടൊക്കെ പറയുന്ന ഒരു റീഡിംഗ് ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.